everyone, welcome to my new vlog. അപ്പോൾ ഇന്ന് റൂമിലിരുന്നിട്ട് എന്ത് വീഡിയോ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവൂല്ലേ. ഏകദേശം ഈ ഫ്രെയിം കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഒന്നുമല്ല, ബാക്കിലിരിക്കുന്ന പഴ്സൊക്കെ ഉണ്ടോ. ദിസ് ഈസ് ആൻ അൺബോക്സിങ് വീഡിയോ. ഇത് ഷീൻ. യെസ്, ലാസ്റ്റ് മന്ത് സാലറി കിട്ടിയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഷീനിന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ ഇവിടെ യു കെയിലുള്ള എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, നമുക്ക് ഏറ്റവും ചീപ്പായിട്ടും നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ട് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ഇതാണ് ഷീൻ. അപ്പോൾ ഷീനിൽ നിന്ന് കുറേ സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഐറ്റം ഭയങ്കര നല്ല പാഴ്സലൊക്കെ ആയിട്ട് വരിക. അപ്പോൾ ഇതൊരു നൈറ്റ് ഡ്രസ്സാണ്. ഞാൻ ജസ്റ്റ് ഇതാക്കിയിട്ട് കാണിച്ചു തരാം. ഞാൻ സൈസ് മീഡിയം ആണ് ഓർഡർ ചെയ്തത്. ഇറ്റ്സ് ലൈക്ക് എ പാൻറ്റും ടോപ്പും നൈറ്റ് ഡ്രസ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡ്രസ്സും കൂടെ ഉണ്ട്. സ്കേർട്ടും ടോപ്പും ആട്ടോ ഇത്. ലൈക്ക് ദാറ്റ്സ് എ ടോപ്പ് ആൻഡ് ദാറ്റ്സ് എ സ്കേർട്ട്. ഇതൊക്കെ ഇട്ടുള്ള ഫോട്ടോസൊക്കെ ഉടനെ വരും. യെസ്, ഒരൈറ്റം കൂടെ ഉണ്ട്. ഇതൊരു സ്കാർഫ് കം ഷോൾ എന്ന് വേണേൽ പറയാം. നമുക്ക് നല്ല ചുരിദാറിൻ്റെ ഒക്കെ കൂടെ നല്ല ഷോളായിട്ടും യൂസ് ചെയ്യാം. അത്യാവശ്യം ലോങ് ആണ്. അല്ലെങ്കിൽ സ്കാർഫായിട്ട് യൂസ് ചെയ്യാം. മെറ്റീരിയൽ ഒരു കൈൻഡ് ഓഫ് ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇച്ചിരി അത്യാവശ്യം ചൂടൊക്കെ ഉള്ള ടൈപ്പ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ ഒരു ടിങ് ടിങ് ഷോൾ. അപ്പോൾ കഴിഞ്ഞു. ഇനിയുള്ള ഐറ്റംസിൽ ആൻഡ് എ ഫോൺ കവർ. ഇതൊരു ബെൽറ്റാട്ടോ, ഫ്രോക്കിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ബെൽറ്റ്. പിന്നെ എന്താ, ഇത് ഷൂവിൽ നമ്മുടെ കാലിൻ്റെ ബാക്കിൽ ഷൂ ഇട്ടിട്ടിടുമ്പോൾ ഇങ്ങനെ സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാൻ നമ്മുടെ കട്ട് ഷൂസ് ഒക്കെ ഉണ്ടല്ലോ, അതിനിടുന്ന ഒരു ഐറ്റം. ഇതൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ എന്നും പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്താട്ടോ. യെസ്, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മേടിച്ചതാണ്. പക്ഷെ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു, അത്യാവശ്യം കുഴപ്പമില്ല. കാണിച്ചു തരാം. ഒരു സ്പെക്സാണ്, റൗണ്ട് ഇതിൽ ഒരു റോസ് ഗോൾഡിൻ്റെ ഷൈനിങ് ഉള്ള ടൈപ്പ്. എനിക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് UV പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടതൊക്കെ കേട്ടോ പറയുന്നത്. പക്ഷേ ഇനി ഞാൻ വെച്ച് കാണിച്ചു തരാം. ഭംഗിയുണ്ടോ? ഇതായിരുന്നു ഒരൈറ്റം. ഇത് നമ്മൾ ഫോട്ടോ ഒക്കെ ഹാങ് ചെയ്യുന്ന ഒരു മാക്രമേ പോലെ. ഇതിലൊക്കെ ഫോട്ടോസൊക്കെ ഹാങ് ചെയ്തിടണം. നമ്മുടെ ചാക്കുന്നൂലാട്ടോ സംഭവം. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. യെസ്, ഓക്കെ. ഇതിനെല്ലാത്തിനും ഇങ്ങനെ ലെങ്ത് ഉള്ള ഹുക്സ് ഉണ്ട് കേട്ടോ. അത് കെട്ടി വെച്ചേക്കുന്നത് അവരവിടെ. ഇനി നമുക്കിതിൽ ഫോട്ടോസ് ഹാങ് ചെയ്യാം. ഇനി ഉള്ള മേജർ ഐറ്റംസിൽ എല്ലാം ഞാൻ പറഞ്ഞുതരാം. നാട്ടിൽ ചെന്നിട്ട് നമ്മൾ കുറേ ചുരിദാറും ലൈക്ക് നമ്മുടെ നാട്ടിലെ കുറേ വേറൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മാച്ചിങ് ഓർണമെൻറ്റ്സ് നാട്ടിൽ നോക്കിയപ്പോൾ ഒടുക്കത്തെ വില. അപ്പോൾ തന്നെ ഞാൻ ഷീനിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഷീനിൽ കിട്ടുമല്ലോ. ഒരുപാട് കളക്ഷൻ ഇല്ല, പക്ഷേ ഒരു ഇത് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചൊരു കമ്മലിൻ്റെ സെറ്റാട്ടോ. ക്വാളിറ്റിയും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വന്നിട്ട് ഞാൻ വിചാരിച്ചു ഓണത്തിനിടാൻ കമ്മലായി സെറ്റ് ചെയ്യാന്ന്. ഇതിങ്ങനെ ഹാങ്ങിങ്ങും ജസ്റ്റ് ഇങ്ങനെ കുത്തുന്ന ഒരു സാധനം കേട്ടോ. ഇത് തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ലൈക്ക് മനസ്സിലായില്ലേ. അതുപോലെ വേറൊരു വീണ്ടും ഓർണമെൻറ്റ്സ് തന്നെയാണ്. ഇതാ, ഇത് ഈ ഒരു വയലറ്റ് അല്ല, ഈ ഒരു വയലറ്റ് ബ്ലൂ മിക്സ് ആയിട്ടുള്ളൊരു സാരി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ഓർണമെൻറ്റ്സ് അഗെയിൻ. ബ്ലാക്ക് മെറ്റലിൻ്റെ ബാങ്കിൾ അല്ല, ഇതെന്താ കറക്റ്റ് പറയുക, ഇങ്ങനെ നമ്മൾ ഇതാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. ചെറിയ സൈസും ആണ്, ആൻഡ് നമ്മുടെ കയ്യിൽ നല്ല സ്യൂട്ടായിട്ട് പോകുന്നുണ്ട്. സി, ഞാൻ നാട്ടിൽ നിന്നൊരു സാരി കൊണ്ടുവന്നത് ലൈക്ക് ഒരു മജന്ത ഗ്രീൻ കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ അതെനിക്കൊരു ഓർണമെൻറ്റ് ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടേ ഉണ്ടായില്ല. അങ്ങനെ ഞാൻ ഷീനിൽ കണ്ടുപിടിച്ചു. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചത്. നല്ല ഇതായിട്ട് അവർ ചെയ്തേക്കുന്നത്. നന്നായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവന്നത് കണ്ടോ, നല്ല ഭംഗിയില്ലേ. യെസ്, നല്ല ക്വാളിറ്റിയുള്ള ഇയറിങ്സ്. പിന്നെ കുറച്ച് ഈ DIY പോലത്തെ ഐറ്റംസാണ്. ഇതെന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ ഉണ്ടല്ലോ. ഇതിൻ്റെ ഒരു 3 പീസ് ഉണ്ട്, ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ഒരു ബേജ് കളർ. അപ്പോൾ
ഇതെന്താ ഐറ്റം എന്ന് വെച്ചാൽ ഇപ്പോൾ ക്രോപ്പ് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ലൈക്ക് സ്ലീവ്ലെസ് ടോപ്പുകളൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഇന്നർ വെയറിൻ്റെ സ്ട്രാപ്പില്ലേ അത് നമുക്ക് ബാക്കിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഐറ്റമാണ്. ഗേൾസ് അണ്ടർസ്റ്റാൻഡ് ആയി കാണും. യാ, ഇതും സംതിങ് നമുക്ക് അതിൻ്റെ ഒപ്പം ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം. ഞാനിത് കുറേ അതിൽ അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നതൊക്കെ കണ്ടു. ഇപ്പോൾ നമുക്ക് വണ്ണം കൂടുതലുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ഇതൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഒരു സേഫ്റ്റി പിന്നിൻ്റെ ഒരു നല്ലൊരു മോഡലായിട്ടുള്ള സാധനം. ഇതിന് ഇതാ ഇങ്ങനെ സൂചിയാണ്. ഇതെന്നിട്ട് നമ്മൾ ഡ്രസ്സിൽ കയറ്റിയിട്ട് നമ്മളിങ്ങനെ ഇതിങ്ങനെ ഇറക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അതേ കൂട്ട് തന്നെ വേറെ ഒരെണ്ണമുണ്ട്. ഇപ്പം നമുക്ക് നെക്ക് നല്ല ഇറങ്ങിയ നെക്കുള്ള ടോപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇങ്ങനെ സ്റ്റോൺ ആയിട്ടുള്ള ചെറിയ ക്ലിപ്സ് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. മറ്റേ സൂചി പോലെ തന്നെയാണ്. ഇതാ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ആ ഒരു സ്റ്റഡ് ലോക്ക് ചെയ്യണ പോലെ ഒരു ലോക്ക് ഉണ്ട് ഇതിന് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഒരു ലോക്ക് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഡ്രസ്സ് ഇങ്ങനെ കൂട്ടി പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ കുത്തിയിട്ട് ബാക്കിൽ നിന്ന് ഇത് വെച്ച് ലോക്ക് ചെയ്യും. അപ്പോൾ സേഫ്റ്റി ഒരു പിൻ പോലെ ഇരിക്കുകയും ചെയ്യും, നീറ്റായിട്ടിരിക്കും. അപ്പോൾ വീനൊക്കെ അല്ലെങ്കിൽ നല്ല ഇറങ്ങിയ നെക്കുള്ള ഡ്രസ്സുകൾക്കൊക്കെ ഒരു ഏകദേശം ഒരു സേഫ്റ്റി പിന്നിൻ്റെ യൂസ് ആയിട്ട് വരുന്നത്. ഇത് ഈ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് എനിക്ക് ഓർമ്മ പോലും ഉണ്ടായില്ല. ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് ഇത് ഞാൻ ഓർഡർ ചെയ്തിരുന്നില്ലേ എന്ന് തോന്നിയത്. ഇതൊരു കുഞ്ഞ് പ്രസ്സിങ് നോസ് പിന്നാണ്. ജസ്റ്റ് ഇങ്ങനെ വീഡിയോസിനൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ കാണിച്ചത്. എങ്ങനെയുണ്ട്? ഒരു നോസ് പിൻ ക്യൂട്ടായിട്ടല്ലേ. ഓർണമെൻറ്റ്സ് യൂഷ്വലി ഞാൻ ഓർഡർ ചെയ്യുന്നതൊക്കെ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടാറുണ്ട്. പിന്നെ ഇതെന്താണ് സാധനം എന്ന് എനിക്ക് ഗസ്. ഞാനിത് ആദ്യമായിട്ട് മേടിച്ചേക്കുന്നത്. ഇനി ട്രൈ ചെയ്തിട്ട് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഞാൻ ഫീഡ്ബാക്ക് പറയാം കേട്ടോ. അപ്പം നിങ്ങൾക്കെല്ലാം മേടിച്ച് നോക്കാമല്ലോ. ഇത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായതാണ്, ഇപ്പം പൊട്ടിക്കുന്നേ ഉള്ളൂ. ഇതെന്താ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലിടുന്ന, നമ്മുടെ കാല് ഈ ക്ലൈമറ്റിലൊക്കെ നമ്മളിങ്ങനെ ഷൂവും സോക്സും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കാല് ഭയങ്കര ഡ്രൈ ആവും. എൻ്റെ കാലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സോക്സ് പോലെ ഇടുന്നതാണ്. നൈറ്റ് കിടക്കുന്നതിന് മുന്നേ നല്ല വാസലിനോ നല്ല മോയ്സ്ചറൈസർ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ഇത് കാലിൽ ഇട്ടിട്ട് കിടന്നുറങ്ങിയാൽ കണ്ടോ, കാലിലിട്ടിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും. സിലിക്കൺ മെറ്റീരിയലാണ്, സോ സ്കിന്നിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി, അതായത് നമ്മൾ നോർമൽ ക്ലോത്തിൻ്റെ സോക്സ് ഇട്ട് കഴിഞ്ഞാൽ ആ മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെ സോക്സ് വലിച്ചെടുക്കും. പക്ഷെ അത് അങ്ങനെ ചെയ്യത്തില്ല. സോ നമ്മുടെ സ്കിന്ന് തന്നെ മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം അങ്ങനെ റിവ്യൂസും 1-2 ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് തരാം. ഇതിന് യൂസ് ചെയ്യണം. മറ്റേ ഗ്ലൗസ് പിടിക്കുന്ന പോലെയുണ്ട്. മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ഓർഡർ ചെയ്യുന്നത് ഭയങ്കര ചീപ്പാട്ടോ. നമുക്ക് ഭയങ്കര അഫോർഡബിൾ. എനിക്കൊന്ന് നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും അഫോർഡബിൾ ആയിട്ടാണ് സാധനങ്ങൾ കിട്ടുക. പിന്നെ നോക്കി കണ്ടൊക്കെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ ഏകദേശം റിവ്യൂസൊക്കെ നോക്കിയെടുക്കണം. എല്ലാം ചിലപ്പോൾ നല്ലതായിരിക്കുന്നില്ല. പക്ഷേ യൂഷ്വലി ഞാനൊരു കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഓരോന്ന് സെലക്ട് ചെയ്യാറുള്ളത്. അത്യാവശ്യം എല്ലാ തവണയും നല്ല ക്വാളിറ്റി ഐറ്റംസാണ് കിട്ടാറ് ആൻഡ് വെരി അഫോർഡബിൾ പ്രൈസ്. കഴിഞ്ഞു. അപ്പോൾ ഇതിൽ എനിക്ക് മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ലൈക്ക് ട്രഡീഷണൽ ഓർണമെൻറ്റ്സില്ലേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഡ്രസ്സ് ഇത്തവണത്തെ എനിക്ക് ഓക്കെ എന്നേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചൊരു മോഡൽ അല്ലായിരുന്നു ലൈക്ക് കിട്ടിയപ്പോൾ. പക്ഷേ ഓക്കെയാണ്, നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു കുട്ടി ഷോപ്പിംഗ്. യൂഷ്വലി ഞാൻ മന്ത്ലി, എല്ലാ മന്തും ഇല്ല, ലൈക്ക് ബട്ട് വൺസ് ഒന്നിടവിട്ടുള്ള മാസങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ ഓരോ ഷോപ്പിംഗ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഷീലിലെ കാർട്ടണിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 10-40 ഐറ്റംസ് കാണും. അത് ഇടയ്ക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ആ കാർട്ട് നോക്കിയിട്ട് ചിലതിൻ്റെ ഇഷ്ടം കുറയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയും. ഇല്ലെങ്കിൽ അതിങ്ങനെ വെയിറ്റ് ചെയ്ത് അടുത്ത സാലറി വരുമ്പോൾ അന്നേരം അത് ഓർഡർ ചെയ്യും. അങ്ങനെ കുട്ടി ഐറ്റംസ് ലൈക്ക് എല്ലാം ഒരു 5 പൗണ്ടിൽ താഴെ അല്ലെങ്കിൽ 6 പൗണ്ട് അത്രയൊക്കെയാണ് എല്ലാത്തിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള സാധനങ്ങളാണ് ഞാൻ മേടിച്ചത് മുഴുവൻ. യെസ്, അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. വൈൻഡിങ് അപ്പ്. ബൈ. പിന്നെ ഒരു കാര്യം, ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ.